ആദ്യം മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ 16 മണിക്കൂറിലേറെയായി കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വെക്കില്ല. അവശ്യ നിലയിലുള്ള ആനയെ മയക്കുവെടി വെക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ആനയെ സമീപത്തെ കാട്ടിലേക്ക് വിടുന്നതിൽ നാട്ടുകാരുമായി ചർച്ച നടത്തുമെന്ന് DFO പി കാർത്തിക് പറഞ്ഞു. ഇനി അവർ ജനങ്ങൾ അത് അവരുടെ ഡെസിഷൻ എടുത്തിട്ട് ലോക്കലിലുള്ള ആൾക്കാർ എടുത്തിട്ട് പറഞ്ഞാൽ ദെൻ നമുക്ക് അത് മുന്നോട്ട് പോകാനുള്ളതാണ്. അല്ല, അവരുടെ ഡിമാൻഡ് ഇപ്പോൾ ആനയെ ഇവിടെ നിന്ന് വെടിവെച്ച് കൊണ്ടുപോകാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് ആന ഇത്രയും സമയം വന്ന് വെള്ളത്തിലാണ്, പിന്നെ സ്ട്രെസ്സിലുള്ളതായിട്ടാണ് നമുക്ക് ഇത് ഡോക്ടറൊക്കെ നോക്കിയപ്പോൾ എല്ലാവർക്കും വന്ന് മനസ്സിലായത്. ഇപ്പോൾ ആന വന്ന് ക്ഷീണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും ഇത് റെസ്ക്യൂ ചെയ്യാതിരിക്കുന്നത് സിറ്റുവേഷന് ഇറ്റ് വിൽ കോംപ്ലിക്കേറ്റ്. ബട്ട് ഇത് ജനങ്ങളുടെ ഈ ഒരു ഇത് നിൽക്കുമ്പോൾ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒരു ഡെസിഷൻ എടുക്കാനുള്ളതാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഇപ്പോഴിത് ഏതാണ്ട് 16 മണിക്കൂർ പിന്നിടുന്നു, 17-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ആനയുടെ ആരോഗ്യനില ഓരോ മണിക്കൂറിലും വഷളാവുന്നുണ്ട്, അവശ്യനിലയിലാവുന്നുണ്ട് ആന. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിലായി ആലോചിക്കുന്നത്? ഇനിയിപ്പോൾ രാത്രിയാകാൻ പോകുന്നു, വെളിച്ചക്കുറവ്. എന്താണ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് വിശദീകരിക്കുന്നത്? റീജിത്ത്, ഇന്ന് തന്നെ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും ആന കിണറ്റിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിന്റെ ആരോഗ്യസ്ഥിതി, അതിന്റെ ജീവന് തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിലെ ഇപ്പോൾ അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അതിനെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആന അവശനാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു നിഗമനം ഉള്ളത്. ഒപ്പം തന്നെ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് നിലവിൽ പ്രായോഗികമല്ല എന്നുള്ളതുമാണ് DFO പറയുന്നത്. കാരണം ആന വെള്ളത്തിലാണ് ഉള്ളത്, അതിൽ വെച്ച് മയക്കുവെടി വെക്കുന്നത് സാധിക്കില്ല. പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യനില വളരെ അവശരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പുലർച്ചെ 1 മണിക്ക് വീണതാണ്, ഇപ്പോൾ തന്നെ 16 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേ നിലയിൽ ആനയെ നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും വേഗം അതിന്റെ നടപടികളിലേക്ക് കടക്കണം. ഇപ്പോൾ 3 കാര്യങ്ങളാണ് വനം വകുപ്പ് നാട്ടുകാരുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ആനയെ കരയ്ക്ക് എത്തിച്ചതിന് ശേഷം അടുത്തുള്ള കാടിലേക്ക് ഇപ്പോൾ താൽക്കാലികമായി അതിനെ വിടുക. നാളെ ഒപ്പം ഒരു 50ഓളം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു പരിശോധന നടത്തുക. ഈ പരിശോധനയ്ക്ക് ശേഷം നാളെ ആന തിരിച്ചു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. കാരണം ഇപ്പോൾ ആനയുടെ ജീവൻ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം തന്നെ വിപിൻ സി വിജയന്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം അല്പസമയത്തിനകം ചേരും. മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ 16 മണിക്കൂറിലേറെയായി കിണറ്റിൽ കുടുങ്ങിയ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, കിണറ്റിൽ കുടുങ്ങിയ ആനയെ കരകയറ്റാനുള്ള ശ്രമം സജീവമായി തന്നെ നടക്കുകയാണ്. ഇന്ന് മയക്കുവെടി വെക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരം. അവശ്യ നിലയിലുള്ള ആനയെ മയക്കുവെടി വെക്കുന്നത് പ്രായോഗികമല്ല എന്ന് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ആനയെ സമീപത്തെ കാട്ടിലേക്ക് വിടുന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന നടക്കുന്നു എന്ന വിവരം അറിഞ്ഞതു മുതൽ തന്നെ അവർ പ്രതിഷേധവുമായി എത്തുന്നത്. ഈ ദൗത്യസംഘം ഉപയോഗിക്കാൻ കൊണ്ടുവന്നിരുന്ന മണ്ണുമാന്തി യന്ത്രം തടയുന്നതൊക്കെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, തുടരാം. വിപിൻ, റിജിത്ത്, ഇപ്പോൾ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കാരണം ഈ DFOയും സബ് കളക്ടറും ഒക്കെയായി നടത്തിയ ചർച്ച ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അത് ഒരു അന്തിമമായിട്ടുള്ള ഒരു സമവായത്തിലേക്ക് ആ ചർച്ച എത്തിയിട്ടില്ല, ഫലപ്രദമായ ഒരു ചർച്ച എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. വനം വകുപ്പ് ഈ നാട്ടുകാർക്ക് മുൻപിൽ 3 കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ കിണർ ഇടിച്ച് വയ്ക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഇതിന്റെ ഉടമയായിട്ടുള്ള സണ്ണിക്ക് പുതിയ കിണർ കുത്തുന്നതിന് വേണ്ടി നൽകുക. മറ്റൊന്നുള്ളത്, ഫെൻസിംഗ് നടപടികൾ നാളെ തന്നെ ആരംഭിക്കുക, അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുക. മറ്റൊന്നുള്ളത്, ആനയെ ഇന്ന് പുറത്തെത്തിച്ച് കിണറ്റിന് പുറത്തെത്തിച്ച് സമീപത്തുള്ള കാട്ടിലേക്ക് വിട്ടതിന് ശേഷം അതിനെ നിരീക്ഷിക്കുക, ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തന്നെ നിരീക്ഷിക്കുക. നാളെ അതിനെ മയക്കുവെടി വെച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഇങ്ങനെ 3 ഉപാധികളാണ് നാട്ടുകാർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരുടെ പ്രധാന പ്രശ്നം ഈ വനം വകുപ്പിനോടുള്ള ഒരു വിശ്വാസ്യതയാണ്. കാരണം ഇതിനു മുൻപ് ഇപ്പോൾ കൂരാച്ചുണ്ടിൽ ഈ ഫെൻസിങ്ങിന്റെ നടപടി പറഞ്ഞതാണ്. ഒരാളെ കാട്ടുപത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫെൻസിംഗ് പറഞ്ഞതാണ്. പക്ഷെ അതിലൊന്നും തന്നെ ഒന്നും നടന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ 1.5 ലക്ഷം രൂപ കിണറിന്റെ ഉടമയ്ക്ക് നൽകാമെന്ന് പറയുന്നു. പക്ഷേ പന്നി ഇടിച്ച് ഇവിടെ ചികിത്സയിലുള്ള ആളുകൾക്ക് പോലും ഇപ്പോഴും വനം വകുപ്പിന്റെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഉറപ്പൊക്കെ എന്ത് ധൈര്യത്തിൽ എടുക്കുമെന്നുള്ളതാണ് നാട്ടുകാർ തിരിച്ച് ചോദിക്കുന്നത്. അവരുടെ ആവശ്യം ഇവിടെ നിന്ന് ഈ ആനയെ എത്രയും വേഗം മാറ്റിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. അത് മയക്കുവെടി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ആനയെ ഈ ദേശത്ത് നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷേ ആനയെ മയക്കുവെടി വെക്കാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാൽ മയക്കുവെടി വെക്കാൻ പ്രായോഗികമല്ല. അതുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നുള്ളത് DFO വ്യക്തം
വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ആനയെ ഇന്ന് പുറത്തെത്തിക്കും എന്നുള്ളതും പറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർക്ക് ഇപ്പോൾ സമയം കൊടുത്തിരിക്കുകയാണ് ഒരു ധാരണയിലെത്താൻ. അതിനുശേഷം അപ്പോൾ ഇന്ന് രാത്രി തന്നെ ആനയെ പുറത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. കാരണം ഇനിയും ആനയെ വെള്ളത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ, ഇതേപോലത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ അത് ബാധിക്കും, ആനയുടെ ജീവനെ തന്നെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വന്ന് നൽകിയിരിക്കുന്നത്.